ഇന്ത്യ സമ്പന്നമായ രാജ്യമാണ്. ഇന്ത്യ ലോകത്തിലെ 3-ാം നമ്പർ ശക്തിയുക്തമായ രാജ്യമാണ്. ദരിദ്ര രാജ്യമല്ല, ദരിദ്രരാഷ്ട്രമല്ല. ദരിദ്രരാക്കിയത് വരൊക്കെ തന്നെ. ഇനി അത് ദരിദ്രമാക്കാതെ നമ്മൾ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി എല്ലാ പ്രവർത്തനം ചോദിച്ച് എല്ലാവർക്കും ഇവിടെ ജാതി സമത്വമൊന്നും വേണ്ട. 60 വയസ്സായ പെൻഷൻ കിട്ടുമ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് ഉദ്യോഗം എല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഈ പെൻഷൻ കിട്ടുന്നതിന് ഇങ്ങനെ വീടുണ്ടോ, ഇവരെ നടക്കാൻ പറ്റുമോ, ഇങ്ങനെ ഓരോന്ന് തോന്നിയിട്ടുണ്ടാകേണ്ട എല്ലാ കാര്യമില്ല. 70 വയസ്സായിട്ട് ആരോഗ്യ അയാളെ വീട്ടിൽ വരുമാനമുള്ളത് സർക്കാർ കൊടുത്ത ആനുകൂല്യം കൈപ്പറ്റാൻ അദ്ദേഹം അവകാശിയാണ്. അതുപോലെ ഈ ഗവൺമെൻറ് വേണ്ടാത്ത നയങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിന് സോഷ്യലിസ്റ്റ് പാർട്ടി എല്ലാവരും കൂട്ടായി വിളിച്ച് പ്രവർത്തിക്കണം, സംഘടിക്കണം. അവിടെ ജാതി മത വ്യത്യാസമുണ്ട്. ജാതി ഒന്നും കൊണ്ടുപോയാൽ ഞാൻ ചില ആൾക്കാരുടെ പള്ളിയിൽ കൊണ്ടുപോയി ഇരിക്കുന്നുണ്ട്, മുസ്ലിംസ് പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ചില അതൊക്കെ അതിൻ്റെ അതായത് രൂപത്തിൽ പോയിക്കോട്ടെ. മനുഷ്യനായി കാണാനുള്ള ഒരു കഴിവുണ്ടായത് അതാണ് സോഷ്യലിസം. ഞാൻ പറയുന്ന കാര്യം, ഞാനൊരു നാല് സമുദായത്തിൽപ്പെട്ടാണ്. എനിക്ക് മറ്റൊരു പണം പോലെ എൻ്റെ വീട്ടിൽ കേട്ടില്ല. എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും പോയാൽ ആർക്കൊക്കെ വരാൻ പറ്റും, അവർക്കൊക്കെ വരാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ ചെയ്യും. ഞാൻ സമ്പന്നനൊന്നുമല്ല, എന്നിരുന്നാൽ മനസ്സുകൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളിപ്പോൾ ഒരു 4 പേര് ഈ സ്ഥലത്ത് വന്നെങ്കിൽ അത് 40 പേരാക്കി ഓരോ കുടുംബങ്ങളും മാറ്റിയിട്ട് ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിനെപ്പറ്റി ചിന്തിക്കാൻ, അതിനോടനുസരിച്ച് മുന്നോട്ട് പോകാൻ. ഈ ഇലക്ഷനോ പഞ്ചായത്ത് ഇലക്ഷനോ അത് നമുക്ക് ആധികാരിക ഒരാളെ നിർത്താൻ കഴിയുന്നത് ആ സ്ഥലത്തുള്ള വ്യക്തികൾ ആരായാലും അവരെ നോക്കാം. അവിടെ ജാതികൾ നോക്കണ്ട, അയാളെ ജയിപ്പിക്കുക. അങ്ങനെ പ്രസ്ഥാനം പഠിത്തം